ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. നമുക്ക് ഈസിയായി എങ്ങനെ ചിലവ് ചുരുക്കാം. നമ്മുടെ ഡെയിലി ലൈഫിലുണ്ടാകുന്ന കാര്യങ്ങളാണ് ചിലവുകൾ. എങ്ങനെ നമുക്ക് ചിലവുകൾ നിയന്ത്രിക്കാമെന്ന് നോക്കാം. വരുമാനം പല വഴികളിൽ കൂടി വരുന്നുണ്ടായിരിക്കാം, പക്ഷേ കിട്ടുന്ന പൈസ ഒന്നിനും തികയുന്നില്ല. എങ്ങനെ വരുമാനത്തിനനുസരിച്ച് ചിലവുകൾ നിയന്ത്രിക്കാമെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചിലവുകൾ നമുക്ക് ഒരു പുസ്തകത്തിലേക്ക് എഴുതി വയ്ക്കാം. നാം എന്തിനെല്ലാം പണം ചിലവാക്കുന്നു, ഷോപ്പിംഗ്, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, കുട്ടികളുടെ സ്കൂൾ ചിലവുകൾ എല്ലാം എഴുതി വയ്ക്കാം. നമ്മുടെ വരവ് ചിലവ് കണക്കുകൾ കൃത്യമായി അറിയാൻ സാധിക്കുന്നു ഇങ്ങനെ എഴുതി വയ്ക്കുന്നതിലൂടെ. ഓരോ ദിവസവും വരുന്ന ചിലവുകൾ നമുക്ക് എഴുതി വയ്ക്കാം. ഡേറ്റ് ഇട്ട ശേഷം എഴുതി വയ്ക്കാവുന്നതാണ്. ക്യാഷ് മിച്ചം പിടിക്കാനുള്ള ഗോൾ ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഒരു ലക്ഷ്യവുമില്ല എങ്കിൽ നമുക്ക് ലൈഫിൽ ഒന്നും നേടാൻ സാധിക്കില്ല. ആവശ്യമില്ലാതെ ഉള്ള ഷോപ്പിംഗ് ഒഴിവാക്കാം. ഒരു സാധനം കണ്ടാൽ അത് നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന് 2 വട്ടം ചിന്തിച്ച ശേഷം ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ആവശ്യം, അനാവശ്യം, അത്യാവശ്യം ഈ കാറ്റഗറികളിൽ ഉൾപ്പെടുത്തിയ ശേഷം നമുക്ക് വേണ്ടതാണോ എന്ന് നോക്കിയ ശേഷം തിരഞ്ഞെടുക്കുക. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കാറും ഓട്ടോയും ഒക്കെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ബസ്സിൽ പോകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ പോവുക. ഇത് ചിലവ് നമുക്ക് നിയന്ത്രിക്കാം ഇതിലൂടെ. അടുത്തൊക്കെയാണെങ്കിൽ നമ്മൾ പോകുന്നതെങ്കിൽ നടന്നു പോകാനൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലുള്ള ചിലവുകൾ പരമാവധി കുറയ്ക്കുക. എക്സാമ്പിളായിട്ട് കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് ഒക്കെ സൂക്ഷിച്ചുപയോഗിക്കുക. മിക്സി, ഗ്രൈൻഡർ, മോട്ടറൊക്കെ പകൽ സമയത്ത് യൂസാക്കുക. ലൈറ്റ്, ഫാൻ എന്നിവ പരമാവധി സൂക്ഷിച്ചുപയോഗിക്കുക. ഫോൺ ചാർജ് ചെയ്ത ശേഷം പ്ലഗൊക്കെ ഡിസ്കണക്ട് ചെയ്യുക. വെള്ളമൊക്കെ വേസ്റ്റ് ആക്കാതെ ടാപ്പെല്ലാം ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാം. ഓരോ മാസവും ചെയ്യുന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഓൺലൈൻ പർച്ചേസ് കുറയ്ക്കുക. നമ്മൾ ഓഫറൊക്കെ കണ്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നവരുണ്ട്. ആവശ്യമുള്ളതാണോ എന്ന് 2-3 വട്ടം ചിന്തിച്ച ശേഷം പർച്ചേസ് ചെയ്യുക. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം അത് മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മാളുകളിലൊക്കെ പോകുന്ന സമയത്ത് നാം കാണുന്നതൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്. ആ ഒരു സ്വഭാവം ഒഴിവാക്കുക. ലിസ്റ്റ് പ്രകാരമുള്ളത് മാത്രം വാങ്ങിക്കുക. സീസണൽ ഫ്രൂട്ട്സൊക്കെ, വെജിറ്റബിൾസ് പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കാം. ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചിലവ് നമുക്ക് പരമാവധി കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.